ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ലൂപ്പ് ക്യാരിങ് എ കറന്റ് ഐ ക്ലോക്ക് വൈസ് ഈസ് പ്ലേസ്ഡ് ഇൻ XY plane in a uniform magnetic field directed along z axis. The tendency of the loop will be, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു പിക്ചർ ഒന്ന് വരച്ചു നോക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു ലൂപ്പ് ഉണ്ട്, മെറ്റലിൻ്റെ ഒരു ലൂപ്പ് ഉണ്ട്, കണ്ടക്ടറാണ്. ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ കറണ്ട് ഈ മെറ്റാലിക് കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൂപ്പ് ഇരിക്കുന്നത് XY പ്ലെയിനിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. XY പ്ലെയിനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് X ആക്സിസും ഇത് Y ആക്സിസും ഈ ഷീറ്റിലാണ്, ഈ സ്ക്രീനിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ Z ആക്സിസ് കൂടി വരച്ചേക്കട്ടെ. Z ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം X ആക്സിസിനും Y ആക്സിനും പെർപെൻഡിക്കുലറാണ് Z ആക്സിസ്. ഈ എക്സും വൈയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിലാണ് എഴുതുന്ന, ഈ സ്ക്രീനിലാണെങ്കിൽ Z ആക്സിസ് സ്ക്രീനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ Z ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ടുവേഡ്സ് അസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ടുവേഡ്സ് പോസിറ്റീവ് Z ആക്സിസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഡോട്ട് വരയ്ക്കാം. ഈ ഡോട്ടിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീനിന് പെർപെൻഡിക്കുലറാണ്, നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആര്? ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു ദ സ്ക്രീൻ, ഈ സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ ഉണ്ടല്ലോ, സർക്കുലർ ഷേപ്പിലുള്ള ഈ കണ്ടക്ടർ, അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുകയാണല്ലോ. ഇത് ഷ്രിങ്ക് ചെയ്യോ എക്സ്പാൻഡ് ചെയ്യോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇത് ചുരുങ്ങോ അതോ ഇത് എക്സ്പാൻഡ് ചെയ്യോ എന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ സ്ക്രീൻ ആണെങ്കിലോ, ഇൻറ്റു ദ സ്ക്രീൻ, അതായത് സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട്, സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ട് സ്ക്രീനിൻ്റെ ഉള്ളിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്താണ്? എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യും. എങ്ങനെ ഇതായിരിക്കും? അപ്വേർഡ് ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും നമ്മളതിന്. അപ്പോൾ എന്നുകൂടി പറഞ്ഞുതരാം. നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ സ്ക്രീനാണ്. ഒരു പോസിറ്റീവ് ചാർജ് റൈറ്റിലോട്ടാണ് പോകണമെങ്കിൽ അപ്വേർഡ് ഫോഴ്സും, ഒരു പോസിറ്റീവ് ചാർജ് ലെഫ്റ്റിലോട്ടാണ് പോണത്, ഒരു പോസിറ്റീവ് ചാർജ് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഡൗൺവേർഡ് ഫോഴ്സാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ അപ്പ് ഫോഴ്സും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഡൗൺവേർഡ് ഫോഴ്സാണ്. എപ്പോൾ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ സ്ക്രീൻ. അപ്പോൾ ഞാനതൊന്ന് എഴുതട്ടെ. ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാനിവിടെ എഴുതാം. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സും, ലെഫ്റ്റിലോട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺവേർഡ് ഫോഴ്സാണ് ഉള്ളത്. ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് എന്നുള്ളത് ഡൗൺ ആവും, ഡൗൺ എന്നുള്ളത് അപ്പാവും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ. ഈ പിക്ചർ നോക്കിയേ. ഇവിടെ ഇൻറ്റു ദ സ്ക്രീൻ ആയപ്പോൾ ഇവിടെ നമ്മളടുത്തോട്ടാണ് വരുന്നത്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയത്. അവിടെ ഇൻറ്റു ദ സ്ക്രീൻ, ഇവിടെ നമ്മളടുത്തോട്ട്, ടുവേഡ്സ് അസ്. അപ്പോൾ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സായി അല്ലേ. ഓക്കെ, ഈ പോർഷനിൽ കറണ്ട് റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോ അല്ലേ. ഇവിടെ കറണ്ട് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കറണ്ട് അഥവാ ചാർജ് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ അപ്പാണ്, ഇവിടെ റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ഡൗൺ ആയിരിക്കും. കാരണം മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സായി. അവിടെ ഇൻറ്റു ദ സ്ക്രീനാണ്,
ഇവിടെ നമ്മളടുത്തോട്ടാണ്. അപ്പോൾ അവിടെ റൈറ്റിലോട്ട് പോയാൽ അപ്പാണ്, പക്ഷേ ഇവിടെ റൈറ്റിലോട്ട് പോയാൽ ഡൗൺ ആണ്. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സാണ് ഈ പോർഷനിൽ ആക്ട് ചെയ്യാൻ. റൈറ്റ് സൈഡിൽ എഴുതിയ കാര്യം ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ് കേട്ടോ. ലെഫ്റ്റിലോട്ട് പോയാൽ ഡൗൺവേർഡ് ഫോഴ്സ് എന്നല്ലേ ഈ കേസിൽ. ലെഫ്റ്റിലോട്ട് പോയാൽ ഡൗൺ. ഈ പോർഷൻ നോക്കിയേ, ഇവിടെ കറണ്ട് അഥവാ ചാർജ് ലെഫ്റ്റിലോട്ടാണ് പോണേ. അവിടെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഡൗൺ ആണ് അല്ലേ, ലെഫ്റ്റിലോട്ട് പോയാൽ ഡൗൺ ആണ്. ഇവിടെ ലെഫ്റ്റിലോട്ട് പോയാൽ അപ്പായിരിക്കും. ഇതേപോലെയൊക്കെ ഇപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ വരും കേട്ടോ. സെൻറ്ററിലോട്ടായിരിക്കും നമ്മളെ ഫോഴ്സുകൾ വരുന്നത്. ഇവിടെ സംഭവിച്ച പോലെയൊക്കെ അവിടെയും സംഭവിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ഒരു ഫോഴ്സ് വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ഒരു ഫോഴ്സ് വരുന്നത് കൊണ്ട് ഈ സർക്കുലർ ഷേപ്പിലുള്ള കണ്ടക്ടർ ചുരുങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ.